ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ സെഷൻ. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്? ഇല്ല. ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൺസെപ്റ്റിൽ വന്ന് നിൽക്കുകയാണ്. ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതോടുകൂടി സെക്കൻഡ് ചാപ്റ്റർ നമ്മളുടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എന്താണ് ആ കൺസെപ്റ്റ് എന്നുള്ളതാണ് അല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് രണ്ട് കൺസെപ്റ്റാണ് നമ്മൾക്കിന്ന് നോക്കാനുള്ളത്. ഒന്ന് ആപ്പോമിക്സിസ് എന്ന് പറയും, മറ്റൊന്ന് പോളി എംബ്രിയോണി എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ടേംസും ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ടേംസ് ആയിരിക്കാം. അപ്പോൾ അതെന്താണ്? വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഇൻ വിച്ച് സീഡ് ഈസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ഫോമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഏതായിട്ട് പറയുന്നത് ആപ്പോമിക്സിസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. സീഡ് അല്ലേ? സീഡ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. പക്ഷെ നിങ്ങളിപ്പോൾ ഇവിടെ കേട്ടത് എന്താണ്? സീഡ് ഫോം ചെയ്യുന്നു. എങ്ങനെ? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് സീഡ് ഫോം ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഏത്? ആപ്പോമിക്സിസ്. വിത്തൗട്ട് മിക്സിങ്, ഗമീറ്റ്സ് ഒന്നും മിക്സ് ചെയ്യാണ്ട്, ഗമീറ്റ്സ് ഒന്നും ഫ്യൂസ് ചെയ്യാതെ എന്ത് ഫോം ചെയ്യാണ്? സീഡ് ഫോം ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗമീറ്റുകൾ ഇൻവോൾവ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യാതെ ഉള്ളൊരു ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ഇല്ലാണ്ട് സീഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അത് ചില ടൈപ്പ് ഓഫ് പ്ലാന്റ്സിലാണ് ഫോം ചെയ്യുന്നതും, എല്ലാത്തിലും ഒന്നും ഉണ്ടാവാറില്ല. ചില ടൈപ്പ് ഓഫ് പ്ലാന്റ്സിലാണ്. ഏതൊക്കെയാണ്? ആസ്റ്ററേസിയെ ആൻഡ് ഗ്രാസസ്. ആസ്റ്ററേസിയ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. നമ്മളുടെ സൺഫ്ലവർ, സൂര്യകാന്തിപ്പൂവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അതേമാതിരി തന്നെ മുയൽ ചെവിയൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. നമ്മൾ വഴിവക്കിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ടത് കാണും. അപ്പോൾ അങ്ങനെ നമ്മളുടെ സൂര്യകാന്തി പൂവ് ആസ്റ്ററേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ചെണ്ടുമല്ലിപ്പൂവ് ആസ്റ്ററേസിയ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ആ ഫാമിലിയിൽ വരുന്ന ചില ആൾക്കാരിൽ ഏത് ടൈപ്പ് റീപ്രൊഡക്ഷൻ കാണാം? ആപ്പോമിക്സിസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണാം. അതുമാതിരി തന്നെ ഗ്രാസസ്, പുല്ലുകൾ, ചില പുല്ലിൻ്റെ വെറൈറ്റികളിൽ ഏത് ടൈപ്പ് റീപ്രൊഡക്ഷൻ പ്രസൻ്റ് ആണ്? ആപ്പോമിക്സിസ്. അപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് സീഡ് ഫോം ചെയ്യുന്നു എന്നുള്ളൊരു പ്രോസസ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, പക്ഷേ ഇറ്റ് മിമിക്സ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ അനുകരിച്ചുകൊണ്ട് ഉള്ള രീതിയിലുള്ള ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല. കാരണം സീഡ് ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ഇല്ലാണ്ടെയാണ്. അപ്പോൾ ഇങ്ങനെ എക്സെപ്ഷണലി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് ഏത് വരുന്നത്? ആപ്പോമിക്സിസ്. വിത്തൗട്ട് മിക്സിങ് എന്ന് നമുക്ക് പറയാം. ഗമീറ്റ്സ് മിക്സ് ചെയ്യാണ്ടുള്ള ഒരു ടൈപ്പ് റീപ്രൊഡക്ഷനാണ് ഏതായിട്ട് പറയുന്നത്? ആപ്പോമിക്സിസ്. ഫോമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പം നമ്മൾക്ക് ആപ്പോമിക്സിസിനെ നമ്മൾക്ക് മറ്റൊരു പേരിലും ആപ്പോമിക്സിസ് ഇസ് അതർവൈസ് നോൺ ആസ് എഗാമോസ്പെർമി എന്നും പറയാം. എഗാമോസ്പെർമി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് 2-3 പോയിൻറ്റ്സ് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കൊന്ന് കിട്ടാനാണ് ഈ പോയിൻറ്റ്സ് പറയുന്നത്. നമ്മളുടെ ടെക്സ്റ്റിൽ ആ പോയിൻറ്റ്സ് പറയുന്നില്ല. ആപ്പോമിക്സിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് പറയുന്നത്. പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആപ്പോമിക്സിസ് ഇസ് അതർവൈസ് നോൺ ആസ് എഗാമോസ്പെർമി. ഗമീറ്റ്സ് ഒന്നും ഫ്യൂസ് ചെയ്യാണ്ടേ ഉള്ള രീതിയിലുള്ള സീഡ് ഫോമേഷനാണ് എന്തായിട്ട് പറയുന്നത്? എഗാമോസ്പെർമി. എന്താണ് എഗാമോസ്പെർമി? ഫോമേഷൻ ഓഫ് എംബ്രിയോ ഫ്രം ആൻ അൺഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നാലേ സൈഗോട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ.
ആ സൈഗോട്ടിൽ നിന്നാണ് സാധാരണ എന്ത് ഫോം ചെയ്യുന്നത്? ഡിവിഷൻസ് വഴി എംബ്രിയോ ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന അപ്പോമിക്സിസിൻ്റെ കേസിൽ, അല്ലെങ്കിൽ അപ്പോമിക്സിസ് ഇസ് അതർവൈസ് കോൾഡ് ആസ് എഗാമോസ്പെർമി. എഗാമോസ്പെർമിയുടെ കേസിൽ എന്താണ് വരുന്നത്? ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഫോം ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് എംബ്രിയോ ഫോം ചെയ്യുകയാണ്. എവിടെ നിന്ന്? ഫ്രം ആൻ അൺഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ള ആ എഗ്സെല്ല്, അല്ലെങ്കിൽ എഗ്സെല്ലിലേക്ക് ഫീമെയിൽ ഗമീറ്റാണത്. മെയിൽ ഗമീറ്റ് എത്താണ്ട് ഫ്യൂസ് ചെയ്യാണ്ട് ആ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവ്യൂള് എന്തായിട്ട് മാറുകയാണ്? അവിടെ എംബ്രിയോ ആയിട്ട് മാറുന്നൊരു പ്രോസസ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ള സെൽസ് എംബ്രിയോ ആയിട്ട് മാറുന്നൊരു പ്രോസസ്സാണ് ഏതിൽ വരുന്നത്? ഈ പറയുന്ന എഗാമോസ്പെർമി. അപ്പം അങ്ങനെ വരുമ്പോൾ ഓവ്യൂള് സീഡാവുന്നു. സീഡിൻ്റെ ഉള്ളിൽ എംബ്രിയോ ഉണ്ടായിരിക്കും. അതേമാതിരി തന്നെ ഓവറിയുടെ പുറത്തേക്ക്, അല്ലെങ്കിൽ ഓവറി എന്തായിട്ട് മാറുകയും ചെയ്യും? ഫ്രൂട്ടായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ഉണ്ടാവും, പക്ഷേ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കാതെയാണ് ഫോം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോമിക്സിസ് അല്ലെങ്കിൽ എഗാമോസ്പെർമി എന്ന് പറയുന്നത്. അപ്പോൾ എഗാമോസ്പെർമി 3 ടൈപ്പായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അഡ്വെൻറ്റീവ് പോളി എംബ്രിയോണി. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റെക്കറൻറ്റ് എഗാമോസ്പെർമി. മൂന്നാമത്തെ നോൺ റെക്കറൻറ്റ് എഗാമോസ്പെർമി. അപ്പോൾ ഇത് 3ഉം അപ്പോമിക്സിസിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. റെക്കറൻറ്റ് എഗാമോസ്പെർമിയെ നമുക്ക് റെക്കറൻറ്റ് അപ്പോമിക്സിസ് എന്ന് പറയാം. നോൺ റെക്കറൻറ്റ് എഗാമോസ്പെർമി ഇസ് അതർവൈസ് കോൾഡ് ആസ് നോൺ റെക്കറൻറ്റ് അപ്പോമിക്സിസ്. അപ്പോൾ adventive polyembryony. What is adventive polyembryony? Adventive polyembryonyയിൽ embryo is developed from diploid cells of nucellus or integuments. അപ്പോൾ അഡ്വെൻറ്റീവ് പോളി എംബ്രിയോണിയിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യണം. എവിടെ നിന്നൊക്കെയാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രം ദി ഡിപ്ലോയിഡ് സെൽസ് ഓഫ് ന്യൂസെല്ലസ് ഓർ ഇൻറ്റഗ്യുമെൻറ്റ്സ്. എന്താണ് ഈ ന്യൂസെല്ലസ് അല്ലെങ്കിൽ ഇൻറ്റഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഓവ്യൂളസ് മാസ് ഓഫ് ടിഷ്യൂ, അല്ലെങ്കിൽ ഓവ്യൂൾ കൺസിസ്റ്റ് ഓഫ് എ മാസ് ഓഫ് ടിഷ്യൂ കോൾഡ് ന്യൂസെല്ലസ്. ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾ പഠിച്ചിട്ടുണ്ട്. ഓവ്യൂൾ കൺസിസ്റ്റ് ഓഫ് എ മാസ് ഓഫ് ടിഷ്യൂ കോൾഡ് ന്യൂസെല്ലസ്. അതിൻ്റെ ഉള്ളിലാണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഇനി ഈ ഓവ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് ഇൻറ്റഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസെല്ലസിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റഗ്യുമെൻറ്റ്സിൻ്റെ സെൽസ് അത് ഡിപ്ലോയിഡ് ആയിരിക്കും. കാരണം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസാണ്. അപ്പോൾ ഓവ്യൂളിൻ്റെ പാർട്ടുകളൊക്കെ തന്നെ ഡിപ്ലോയിഡ് ആണ്. അതിൽ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലുള്ള പോളാർ ന്യൂക്ലിയയും ആൻറ്റിപോഡൽ സെൽസും സൈനർജിറ്റ്സ് എക്സൽ, ഇതാണ് ഹാപ്ലോയിഡ് ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് വരുന്നത്. കാരണം അത് മിയോസിസിലൂടെ ഫോം ചെയ്യുന്നതാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ന്യൂസെല്ലസ് ഇൻറ്റഗ്യുമെൻറ്റ്സ് ഒക്കെ ഡിപ്ലോയിഡ് സെൽസ് ആണ്. ആ ഡിപ്ലോയിഡ് സെൽസ് എന്ത് ഫോം ചെയ്യും? എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇതിനെയാണ് പോളി എംബ്രിയോണി, അഡ്വെൻറ്റീവ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീഡിൻ്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോസ് ഫോം ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവാം. അതായത് ശരിക്കും എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ അതായത് ഫ്യൂഷൻ വഴിയും എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ടാവാം. അതല്ലാതെ തന്നെ ന്യൂസെല്ലസിൻ്റെ സെൽസും ഇൻറ്റഗ്യുമെൻറ്റ്സിൻ്റെ സെൽസും ഒക്കെ ഡയറക്റ്റ്ലി എന്തായിട്ട് മാറാം? എംബ്രിയോ ആയിട്ട് മാറാം. അപ്പോൾ ആ സീഡിൽ അങ്ങനെ ഒരുപാട് എംബ്രിയോസ് ഫോം ചെയ്യുന്ന കണ്ടീഷൻ വരാം. സിട്രസ്, നാരങ്ങയുടെ കുരുവിൻ്റെ കേസിലൊക്കെ ഈ പോളി എംബ്രിയോണി എന്ന് പറയുന്ന ആ ഒരു രീതി കാണാറുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത് റെക്കറൻറ്റ് എഗാമോസ്പെർമി എന്ന് പറയും. എന്താണ് റെക്കറൻറ്റ് എഗാമോസ്പെർമി? എംബ്രിയോ ഇസ് ഡെവലപ്ഡ് ഫ്രം ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മെഗാസ്പോർ മദർ സെൽ ഡിപ്ലോയിഡ് എംബ്രിയോ ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? മെഗാസ്പോർ മദർ സെൽ, ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്നു. നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുള്ളത് എംബ്രിയോ ഡിപ്ലോയിഡ് ആണ്.
ആ എംബ്രിയോ ഡിപ്ലോയിഡ് ആവാൻ വേണ്ടിയിട്ട് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്തുകൊണ്ട് സൈഗോട്ട് ഡിപ്ലോയിഡായി സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നീട് എംബ്രിയോ ഫോം ചെയ്യുമ്പോൾ അതും ഡിപ്ലോയിഡാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഫീമെയിൽ ഗമീറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓവ്യൂളിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസിൻ്റെ ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അത് മിയോസിസ് ഡിവിഷനിലൂടെ റിഡക്ഷൻ ഡിവിഷനിലൂടെ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. അതിൽ ഒന്നേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് എംബ്രിയോസാക്കായിട്ട് മാറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അഗെയിൻ അണ്ടർഗോസ് 3 മൈറ്റോട്ടിക് ഡിവിഷൻസ് ടു ഫോം 8 ന്യൂക്ലിയസ് അല്ലേ. അത് ഓർഗനൈസ് ചെയ്തിട്ടാണ് 3 ടുവേർഡ്സ് ചെലാസലൻ്റ് ആൻറ്റിപോഡൽസ്, 3 ടുവേർഡ്സ് മൈക്രോപൈലാർ എൻഡിലേക്ക് വരുന്നത് ഏത്? 1 എക്സെല്ലും 2 സൈനർജിറ്റ്സും, നടുവിൽ 2 പോളാർ ന്യൂക്ലിയായി, ഇൻ ദ സെൻറ്റർ 2 പോളാർ ന്യൂക്ലിയായി. ഇങ്ങനെയുള്ള ഒരു എംബ്രിയോസാക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, എക്സെൽ ഉൾക്കൊള്ളുന്ന ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എംബ്രിയോസാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെഗാസ്പോർ മദർ സെൽ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെൽസ് അണ്ടർഗോസ് റിഡക്ഷൻ ഡിവിഷനാണ്. പക്ഷേ ഇവിടുത്തെ കേസിലോ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെൽ എന്ത് ചെയ്യില്ല? റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്യില്ല. അത് എന്തായിട്ട് മാറുന്നൊരു പ്രോസസ്സായിട്ട് വരികയാണ്, എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യുന്നൊരു പ്രോസസ്സായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ മിയോസിസ് നടന്നിട്ടില്ല, അതേമാതിരി തന്നെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല, നേരെ എംബ്രിയോ ഫോം ചെയ്യുന്നൊരു കണ്ടീഷൻ. അത് അപ്പോമിക്സിസ്, റെക്കറൻറ്റ് അപ്പോമിക്സിസ് ഓർ റെക്കറൻറ്റ് ഗാമോസ്പെർമി എന്ന് പറയും. ഇനി നോൺ റെക്കറൻറ്റ് ഗാമോസ്പെർമി ഓർ നോൺ റെക്കറൻറ്റ് അപ്പോമിക്സിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. ആ എംബ്രിയോ ഈസ് ഫോംഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് ഫീമെയിൽ ഗമീറ്റ് ഓർ എഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയോസിസ് നടക്കും. അങ്ങനെയാണെങ്കിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫീമെയിൽ ഗമീറ്റ് ഫോം ചെയ്യുന്നത്. ഞാനിവിടെ പറഞ്ഞത് എന്താണ്? എംബ്രിയോ ഈസ് ഫോംഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് ഫീമെയിൽ ഗമീറ്റ്. അൺഫെർട്ടിലൈസ്ഡ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല ഫീമെയിൽ ഗമീറ്റിൽ. ആ ഫീമെയിൽ ഗമീറ്റ് എന്തായിട്ട് മാറുകയാണ്? എംബ്രിയോ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുമ്പോൾ അത് ഹെപ്ലോയിഡ് ആയിരിക്കും അല്ലേ? അത് ഹെപ്ലോയിഡ് ആയിരിക്കും ഫീമെയിൽ ഗമീറ്റ്. അപ്പോൾ അത് മിയോസിസിലൂടെ ഫോം ചെയ്തു. പക്ഷെ എന്നാലും അവിടെ എന്ത് നടക്കുന്നില്ല? ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. അവിടെ എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ട്. ആ എംബ്രിയോ ഫോം ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുകയാണ്? പുതിയ ഓർഗാനസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് ഹെപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഓർഗാനിസവും എന്തായിരിക്കും? ഹെപ്ലോയിഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓർഗാനിസത്തിൻ്റെ പ്ലോയിഡിയും എന്തായിരിക്കും? ഹെപ്ലോയിഡ്. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചൊരു ടേം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പാർത്തനോജെനസിസ് അല്ലേ? പാർത്തനോജെനസിസിൽ നമ്മൾ പഠിച്ചത് ഫീമെയിൽ ഗമീറ്റ് അണ്ടർഗോസ് ഡെവലപ്മെൻറ്റ് ടു ഫോം എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് ഫോംസ് എ ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതുതന്നെയാണ് ഈ നോൺ റെക്കറൻറ്റ് ഗാമോസ്പെർമി. അപ്പോൾ അതും ഏതിൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. കാരണം അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ല, ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഇല്ല. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഗാമോസ്പെർമി. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ് ആപ്പോമിക്സിസ് എന്ന് പറയുന്ന ടേമിൻ്റെ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പാർത്തനോജെനസിസ് ഇതിൽ വരുന്നതാണ്. അതേമാതിരി തന്നെ പാർത്തനോകാർപ്പി എന്ന് പറയുന്ന ഒരു ടേമും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് പാർത്തനോകാർപ്പി? ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിൽ പക്ഷേ സീഡ് ലെസ് ആയിരിക്കും, സീഡ് ഉണ്ടാവില്ല. പക്ഷേ ആപ്പോമിക്സിസിൻ്റെ കേസ് വരുമ്പോൾ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. പാർത്തനോകാർപ്പിയും ഇറ്റ്സ് എ ഫോം ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, കാരണം അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ടാണ് ഫോം ചെയ്യുന്നത്. പാർത്തനോജെനസിസും ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് അവിടെ ഇല്ല. അപ്പോമിക്സിസിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ഫോം ചെയ്യും, പക്ഷേ അവിടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് പോളി എംബ്രിയോണിയാണ്. നമ്മൾ 3 ടൈപ്പാണ് പറഞ്ഞത്. അഡ്വൻറ്റീവ് പോളി എംബ്രിയോണി ആപ്പോമിക്സിസിൻ്റെ
റെക്കറൻ്റ് ഗാമോസ്പെർമി, നോൺ റെക്കറൻ്റ് ഗാമോസ്പെർമി അല്ലേ? അതിൽ തന്നെ വരുന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് പോളി എംബ്രിയോണി. പക്ഷേ ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് മെനി എംബ്രിയോസിനെ സീഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ന്യൂസെല്ലസിൻ്റെ സെൽസും അല്ലെങ്കിൽ ഇൻറ്റഗ്യുമെൻസിൻ്റെ സെൽസും ഒക്കെ എന്തായിട്ട് മാറാം? എംബ്രിയോ ആയിട്ട് മാറാം. അപ്പോൾ ഫോർമേഷൻ ഓഫ് മെനി എംബ്രിയോസ് വിത്തിൻ എ സീഡ്, ആ ഒരു കൺസെപ്റ്റാണ് ഏതിൽ വരുന്നത്? പോളി എംബ്രിയോണി. എക്സാമ്പിൾ ഇപ്പോൾ സിട്രസ്, നാരങ്ങയുടെ വിഭാഗമാണ് സിട്രസ് എന്ന് പറയുന്നത്. മാംഗോ, പൈനസിൻ്റെ സീഡ്സിൽ നമ്മൾ ജിംനോസ്പം വിഭാഗം കഴിഞ്ഞ കൊല്ലം പഠിച്ചപ്പോൾ അതിൽ പൈൻ ട്രീ കേട്ടിട്ടുണ്ടാവും, പൈനസ് ട്രീ. ആ പൈനസ് ട്രീയുടെ സീഡ്സിൽ ഈ പോളി എംബ്രിയോണി എപ്പോഴും ഒക്കർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമുക്കിനി അതിൽ നോക്കാനുള്ളത് ഈ ആപ്പോമിക്സിസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് അല്ലെങ്കിൽ ഈ ടൈപ്പ് എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ അഗ്രികൾച്ചറിലും ഹോർട്ടിക്കൾച്ചറിലുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിൽ, ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സിനെയൊക്കെ വളർത്തുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചറിൽ, ഉദ്യാന കൃഷി എന്നൊക്കെ പറയും. അതാണ് ഹോർട്ടിക്കൾച്ചർ മേഖലയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കേസുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ ഈ ആപ്പോമിക്സിസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് ആപ്പോമിക്സിസിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പലപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഹൈബ്രിഡ് സീഡ്സ് ആണ് അല്ലേ? ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള 2 ക്യാരക്ടേഴ്സിനെ യോജിപ്പിച്ചുകൊണ്ട് അതിനെ ഒരൊറ്റ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നൊരു രീതിയാണ് ഏതായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു അല്ലേ? അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൂടെ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സിലൂടെ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സിലൂടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ 2 നല്ല ക്യാരക്ടേഴ്സിനെ ഒരു പ്ലാന്റിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു മാംഗോൻ്റെ കേസ് എടുക്കുകയാണ്. ഒരു മാംഗോ പ്ലാന്റിൻ്റെ കേസിൽ മാംഗോ പ്ലാന്റ് 1 എന്ന് പറയാം. മാംഗോ പ്ലാന്റ് 1, ഈ ഒരു മാംഗോ പ്ലാന്റിൻ്റെ കേസിൽ മാംഗോ പ്ലാന്റ് 1 ഇതിൻ്റെ കേസിൽ ഇതിന് ഹൈ പ്രൊഡക്ഷൻ ഉണ്ട്, ഹൈ പ്രൊഡക്ഷൻ. ഓക്കെ, അതോടൊപ്പം തന്നെ പക്ഷേ ആ മാങ്ങയ്ക്ക് വളരെ സോറായിട്ടുള്ള ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് എന്നുള്ളതാണ്. അതേമാതിരി തന്നെ രണ്ടാമത്തെ മാംഗോ പ്ലാന്റ് 2, ഈ മാംഗോ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലോ പ്രൊഡക്ഷനേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ആ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ. പക്ഷെ നല്ല സ്വീറ്റായിട്ടുള്ള ടേസ്റ്റാണ് അതിന് വരിക. അപ്പോൾ ഹൈ പ്രൊഡക്ഷനായിട്ടുള്ള പുളിയുള്ള മാങ്ങയും ലോ പ്രൊഡക്ഷനായിട്ടുള്ള സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള വേറൊരു മാംഗോ ട്രീ. അപ്പം നമ്മൾക്ക് എന്താണ് ആവശ്യം? ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ നമ്മൾക്കത് കൂടുതൽ ഉപയോഗ്യമല്ല. പക്ഷേ ഇത് നല്ല ഉപയോഗമാണ്, പക്ഷെ അത് വളരെ ലോ പ്രൊഡക്ഷനാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ക്യാരക്ടേഴ്സിനെയും നമ്മൾക്ക് കമ്പൈൻ ചെയ്യണം. നമ്മൾക്ക് ഹൈ പ്രൊഡക്ഷനും വേണം, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? സ്വീറ്റ് ടേസ്റ്റാണ് അല്ലേ? അപ്പം നമ്മൾ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സിലൂടെ പ്ലാന്റ് 1 മെയിലായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഫീമെയിലായിട്ട് എടുക്കാം, പ്ലാന്റ് 2. അപ്പം നമ്മളന്ന് ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിൽ ഫ്ലവറായിട്ട് എടുത്തു, ഒന്ന് മെയിലായിട്ട് എടുത്തു, ഒരു പ്ലാന്റിനെ മെയിലായിട്ട് എടുത്തു, മറ്റൊരു പ്ലാന്റിനെ ഫീമെയിലായിട്ട് എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെ 2നെയും കൂടി ക്രോസ് ഹൈബ്രിഡൈസേഷന് വിധേയമാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ഫോം ചെയ്യുകയാണ്? ഹൈബ്രിഡിനെ ഫോം ചെയ്യിക്കുകയാണ്. അങ്ങനെ ഹൈബ്രിഡിനെ ഫോം ചെയ്യിച്ചപ്പോൾ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ ഒന്നും നമ്മൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി കിട്ടിയെന്ന് വരില്ല. കുറേ കൊല്ലങ്ങളുടെ അല്ലെങ്കിൽ 5-8 കൊല്ലം 10 കൊല്ലത്തോളം ഒക്കെ സ്വാഭാവികമായിട്ട് അത് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ ചെയ്ത് ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെയാണ് പുതിയ വെറൈറ്റികൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 2 മാംഗോ പ്ലാന്റിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മോഹം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഹൈബ്രിഡിനെ വേണം മാംഗോ പ്ലാന്റിൻ്റെ. എങ്ങനെ? ഹൈ പ്രൊഡക്ഷനും വേണം, സ്വീറ്റ് ടേസ്റ്റും വേണം.
അപ്പോൾ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സിലൂടെ ലോങ് ആയിട്ടുള്ള TDS പ്രോസസ്സിലൂടെ നമ്മളത് ചെയ്തു. അവസാനം നമ്മൾക്കൊരു ഹൈബ്രിഡിനെ കിട്ടി. എങ്ങനെ? വിത്ത് ഹൈ പ്രൊഡക്ഷൻ, അതോടൊപ്പം തന്നെ സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോനെയും കിട്ടി. അപ്പോൾ ഈ ഹൈബ്രിഡ് സീഡിനെ നമ്മൾക്ക് കിട്ടി. ഇതിൽ നിന്ന് ഹൈബ്രിഡിൻ്റെ പ്ലാന്റിനെ വളർത്തി സീഡ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ സീഡിനെ നമ്മൾ ഹൈബ്രിഡ് സീഡ് എന്നാണ് പറയുക. ആ ഹൈബ്രിഡ് സീഡ്സ് ഫാമേഴ്സ് വാങ്ങുകയും കൃഷിക്കാർ വാങ്ങുകയും അതിനെ കൊണ്ട് ചെന്ന് നട്ട് കഴിഞ്ഞാൽ അവർക്കതിൽ നിന്ന് അതിൻ്റെ ഫലം കിട്ടും. ഹൈ പ്രൊഡക്ഷനും നല്ല മധുരമുള്ള മാങ്ങ കിട്ടുന്നൊരു രീതി ഉണ്ടാവുകയാണ്. അപ്പോൾ ഹൈബ്രിഡ് സീഡ്സിൻ്റെ പ്രത്യേകത അതാണ്. ഹൈബ്രിഡ് സീഡ്സിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈബ്രിഡ് സീഡ്സ് അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ, ആദ്യത്തെ നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് പോയി വാങ്ങി, ആ ഹൈബ്രിഡ് സീഡ്സിനെ നമ്മൾ നട്ടു, അതിൽ നിന്ന് മാവുണ്ടായി, അതിൽ നല്ല പ്രൊഡക്ഷനും സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ ഉണ്ടായി. ഇനി അതിൻ്റെ സീഡ് എടുത്ത് നമ്മൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നട്ട് മാങ്ങ ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം കിട്ടിയ മാതിരി ഈ ഹൈ പ്രൊഡക്ഷനും സ്വീറ്റ് ടേസ്റ്റും കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആവുമ്പോഴത്തേക്കും നമുക്കറിയാം മിയോസിസ് നടക്കും അല്ലേ? സെക്കൻഡ് ജനറേഷൻ, അതായത് ഈ സീഡ് നട്ടിട്ട് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുമ്പോൾ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുമ്പോൾ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫോം ചെയ്യുന്നത് മിയോസിസ് വഴിയാണ്. അപ്പോൾ അവിടെ മിയോസിസ് നടക്കുമ്പോൾ സെക്കൻഡ് ജനറേഷനിൽ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുമ്പോൾ മിയോസിസ് നടക്കുമ്പോൾ ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ലോ പ്രൊഡക്ഷനും അതേമാതിരി തന്നെ സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ ഹൈ പ്രൊഡക്ഷനും ഈ പറയുന്ന സോർ ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഹൈബ്രിഡ് സീഡ്സ് നല്ലതാണ്, സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ അത് നമുക്ക് ഒരൊറ്റ കൊല്ലമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഇയർ നമ്മൾ ആ വിത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം കിട്ടിയ അതേ ക്യാരക്ടേഴ്സ് കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് പോകും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് പോകും. അപ്പോൾ എന്ത് ചെയ്യണം ഈ ഫാമേഴ്സ്? അല്ലെങ്കിൽ ഇപ്പോൾ നെല്ലാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ ഫാമേഴ്സ് എന്ത് ചെയ്യണം? വീണ്ടും അടുത്ത കൊല്ലം പോയി, അവർക്ക് ആ നല്ല വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത കൊല്ലം പോയി ഇവർ ഈ ഹൈബ്രിഡ് സീഡ്സ് വാങ്ങണം. അപ്പോൾ ഹൈബ്രിഡ് സീഡ്സ് ആർ വെരി കോസ്റ്റ്ലി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇത്രയും ടീഡിയസ് ആയിട്ടുള്ള നീണ്ട പ്രോസസ്സുകളിലൂടെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫാമേഴ്സിന് സ്വാഭാവികമായിട്ടും എല്ലാ കൊല്ലവും ഈ ഹൈബ്രിഡ് സീഡ്സ് വാങ്ങിക്കുക എന്നുള്ളത് വെരി കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നമ്മൾ ഈ ഹൈബ്രിഡ് സീഡ്സിനെ ആപ്പോമിക്സസ് അതായത് ഹൈബ്രിഡ് സീഡ്സിലേക്ക് ആപ്പോമിക്സസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സിനെ നമ്മൾ ആപ്പോമിക്റ്റിക് ആക്കുകയാണെങ്കിൽ, ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്, ആ ജീനുകളെ കണ്ടുപിടിച്ചിട്ട് അത് ഏതാണ് ആപ്പോമിക്സിസ് വരുത്തുന്ന ജീനുകൾ എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് അത് ഈ പറയുന്ന ഹൈബ്രിഡ് സീഡ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ദി ഹൈബ്രിഡ് സീഡ്സ് ആർ മെയ്ഡ് ഇൻ ടു അപ്പോമിക്റ്റിക് സീഡ്സ്. അപ്പോമിക്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, മിയോസിസ് ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്? ഡയറക്റ്റായിട്ട് ഓവ്യൂള് അൺഫെർട്ടിലൈസ്ഡ് ഓവ്യൂളിൽ നിന്നാണ് ഫോം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ മിയോസിസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നും നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കൊല്ലവും ഒരേ ക്യാരക്ടേഴ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഏതിന്? ഈ പറയുന്ന ആപ്പോമിക്റ്റിക് സീഡ്സിന്. അതാണ് അഡ്വാൻറ്റേജ് ഓഫ് ആപ്പോമിക്സിസ് ആയിട്ട് പറയുന്നത്. ആപ്പോമിക്റ്റിക് സീഡ്സ് ക്യാൻ മെയിൻറ്റെയിൻ ഹൈബ്രിഡ് വിഗർ, ഹൈബ്രിഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ ക്യാൻ മെയിൻറ്റെയിൻ ഹൈബ്രിഡ് സ്ട്രെങ്ത് ഇൻ ഓൾ ജനറേഷൻസ്. അപ്പോൾ ഇഫ് ആപ്പോമിക്റ്റിക് സീഡ്സ് ആർ യൂസ്ഡ് ബൈ ഫാമേഴ്സ്, ദേ മെയിൻറ്റെയിൻ ഗുഡ് ക്യാരക്ടേഴ്സ് ഓർ സുപ്പീരിയർ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ബിക്കോസ് എന്തുകൊണ്ടാണ്? സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഒക്കർ ഇൻ ഹൈബ്രിഡ് പ്രോജനി. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, കൺസെപ്റ്റിൽ വരുന്നത്. ആൻഡ് ദ ഫാമേഴ്സ് ഡസ് നോട്ട് ഹാവ് ടു ബൈ ഹൈബ്രിഡ് സീഡ്സ് എവ്രി ഇയർ. ഇതാണ് ഏതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്? അഡ്വാൻറ്റേജ് ഓഫ് ആപ്പോമിക്സിസ്.
എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് അപ്പോമിക്സിസ്? ഇഫ് അപ്പോമിക്റ്റിക് സീഡ്സ് ആർ യൂസ്ഡ് ബൈ ദി ഫാമേഴ്സ്, എന്താണ് അതിൻ്റെ പ്രത്യേകത? ദേ മെയിൻറ്റെയിൻ സുപ്പീരിയർ ക്യാരക്ടേഴ്സ്. ഈ അപ്പോമിക്റ്റിക് സീഡ്സ് മെയിൻറ്റെയിൻ സുപ്പീരിയർ ക്യാരക്ടേഴ്സ് because no segregation of characters takes place in apomictic seeds and the farmers does not have to buy hybrid seeds every year. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി എന്ന് പറയുന്ന ചെറിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ കൺസെപ്റ്റ് തറോ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു സെഷനോട് കൂടി നമ്മളുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്ന ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട്സൊക്കെ നോക്കി എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾക്ക് അടുത്ത സെഷൻ മറ്റൊരു പുതിയ ചാപ്റ്ററുമായിട്ട് ജോയിൻ ചെയ്യാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.